KCL ഫൈനലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 182 റൺസിൻ്റെ വിജയലക്ഷ്യം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് നേടി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി വിനൂപ് മനോഹരൻ 30 പന്തിൽ 70 റൺസ് നേടി. കൊല്ലത്തിന് വേണ്ടി പവൻരാജും ഷറഫുദ്ദീനും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, ആവേശം കൊടുമുടിയിലാണ് എന്ന് അറിയാം. ആർക്കാണ് വിജയ സാധ്യത? എന്താണ് നിഖിലിൻ്റെ നിരീക്ഷണം? അനിൽ നമ്പ്യാർ, നിലവിലത്തെ കളിയുടെ പോക്കനുസരിച്ചിട്ടാണെങ്കിൽ കൊച്ചി അനായാസമായ ഒരു ജയത്തിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 182 റൺസ് വിജയലക്ഷ്യവും പിന്തുടർന്നിറങ്ങിയ ഐരീസ് കൊല്ലം സെയിലേഴ്സിന് 5 വിക്കറ്റ് 66 റൺസിനിടയിൽ 5 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. അത് അഭിഷേക് നായർ, ഭരത് സൂര്യ, വത്സൽ ഗോവിന്ദ്, സച്ചിൻ ബേബി, വിഷ്ണു വിനോദ് എന്നിവരുടെ വിക്കറ്റുകൾ എന്തായാലും ഏരീസ് കൊല്ലം സെയിലേഴ്സിന് നഷ്ടമായിട്ടുണ്ട്. അതായത് 7.4 ഓവറിൽ 7.5 ഓവറിൽ 67 റൺസിനിടെ 5 വിക്കറ്റുകൾ, പ്രധാനപ്പെട്ട 5 വിക്കറ്റുകൾ എന്തായാലും ഏരീസ് കൊല്ലം സെയിലേഴ്സിന് നഷ്ടമായിട്ടുണ്ട്. മത്സരം പൂർണ്ണമായും ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ കൈകളിലാണ് എന്ന് പറയാൻ സാധിക്കും. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വിനൂപ് മനോഹറിൻ്റെ ഒറ്റയാൾ പോരാട്ടം, 30 പന്തിൽ നിന്നും 70 റൺസ് നേടിയ വിനൂപിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് 181 എന്നൊരു വലിയ സ്കോറിലേക്ക് എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ എത്തിച്ചത്. തുടക്കത്തിൽ വിനൂപ് നൽകിയ ആ ഒരു മിന്നൽ തുടക്കം തന്നെയാണ് ടീമിനെ വലിയ സ്കോറിലേക്ക് നയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ വിക്കറ്റുകൾ മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സ് പിടിമുറുക്കിയെങ്കിലും വിനൂപ് നൽകിയ ആ ഒരു തുടക്കം, ആ ഒരു അടിത്തറ, അത് കൃത്യമായി വലിയ സ്കോറിലേക്ക് പോകാൻ എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് സഹായകരമായി എന്നുള്ളതാണ്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ എന്തായാലും കൊല്ലം സെയിലേഴ്സിന് 6 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രധാനപ്പെട്ട വിക്കറ്റുകളെല്ലാം അതായത് അഭിഷേക് നായർ, ഭരത് സൂര്യ, അതായത് അവരുടെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും അടക്കമുള്ള 6 വിക്കറ്റുകൾ എന്തായാലും കൊല്ലം സെയിലേഴ്സിന് നഷ്ടമായിരിക്കുന്നു 67 റൺസിനിടെ. അനിൽ നമ്പ്യാർ, കൊല്ലം സെയിലേഴ്സിന് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. KCL കപ്പ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊണ്ടുപോകും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ കുമാർ വിലയിരുത്തുന്നത്. കാത്തിരുന്ന കാണാം. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നാണ് നിഖിൽ റിപ്പോർട്ട് ചെയ്തത്.